5-ാം അധ്യായം 8-ാം വാക്യം. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ വീണു. ഇനിയും 12 വാക്യങ്ങൾ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അടുത്തത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. മനസ്സിന്റെ മനോഭാവമാണ് വിഷയം. അകത്ത് ഏതെങ്കിലും വലിയ ആളാണെന്നുള്ള ഭാവമുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. നീ അയോഗ്യനാണെന്നും നീ കഴിവില്ലാത്തവനാണെന്നും നിന്റെ ഒരു മിടുക്കുകൊണ്ടുമല്ല നീ ദൈവസേനയിൽ വന്നതെന്നും ഓർമ്മയുള്ളവനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവൻ്റെ അകത്താണ് ആരാധന ഉയരുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആദ്യം എഴുതി കേൾക്കണമോ? ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. പിന്നെ എഴുതി കേൾക്കണോ? സകല അപ്പോസ്തലന്മാരെക്കാളും ഏറ്റവും കുറഞ്ഞവനാണ് ഞാൻ. അപ്പോസ്തലൻ എന്നാ വിളിക്കാൻ യോഗ്യനല്ല സഭയെ ഉപദ്രവിച്ചുകൊണ്ട്. കുറേ കഴിഞ്ഞ് മാറ്റം ഉണ്ടായി. കുറേ കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുക സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി ഞാൻ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ, അവിടുന്ന് കുറഞ്ഞ അപ്പോസ്തലന്മാരിൽ കുറഞ്ഞവനായി, പിന്നെ വിശുദ്ധന്മാരിൽ കുറഞ്ഞവനായി, ഏറ്റവും ഒടുവിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗമായപ്പോൾ തിമോഥെയോസ് ലേഖനത്തിൽ എഴുതി ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എങ്ങനെ ഈ മാറ്റം വന്നെന്നറിയാമോ? കൃപയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൃപയുടെ മുമ്പിൽ ഈ സ്ഥാനത്തിനോ മാനത്തിനോ പൊസിഷനോ വസ്ത്രത്തിനോ വേഷത്തിനോ ഒന്നും സ്ഥാനമില്ല. അവിടെ ഉള്ളത് കൃപയാണ്. കൃപയെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത നിന്നെ ദൈവം കൈക്കൊണ്ടു എന്നതാണ്. അവിടെ അയോഗ്യതയ്ക്കാണ് പ്രാധാന്യം. ഞാൻ അയോഗ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പൗലോസ് പറയാ ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, എൻ്റെ ദൈവമേ, ഒരു യോഗ്യതയുമില്ലാത്ത എന്നോട് കാണിച്ച കൃപ എത്ര വലുത്. അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെയാണ് നമ്മൾ വരും കാലങ്ങളിൽ തിരിച്ചറിയുന്നത്. നമ്മുടെ താഴ്ച അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം അറിഞ്ഞു കഴിയുമ്പോൾ ആരാധന ഉണ്ടാവുകയാണ്. പിന്നെ നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കാനൊക്കത്തില്ല, പിന്നെ നമുക്ക് കിരീടം വെച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ല. അവൻ്റെ സാന്നിധ്യം വ്യക്തമാകുമ്പോഴെല്ലാം നീ ദൈവത്തിന് മുമ്പിലേക്ക് വീണ് കിടക്കും. എന്താണ് നമ്മുടെ സഭയിലോ കൂട്ടങ്ങളിലോ ഒക്കെ ആളുകൾക്ക് ആരാധനാ സ്ഥലത്ത് അശബ്ദമായിട്ടിരിക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്, ആരാധനാ സ്ഥലത്തിൽ നിന്നും വഴക്കിടാൻ കഴിയുന്നത് എന്താ കാരണമെന്നറിയാമോ? ദൈവബോധമില്ല. ആരാധന ദൈവബോധത്തിലല്ല നൽകുന്നത്, ആരാധനാ സ്ഥലത്ത് മനുഷ്യബോധമാണ്. ആരെങ്കിലും പലരും ആരാധിക്കുന്നെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന മറ്റു മനുഷ്യരെ ഓർത്തുകൊണ്ട് ആരാധിക്കുന്നത്, അവരെ കാണിക്കാൻ കൈപൊക്കുന്നവരാ, അവരെല്ലാം കണ്ടെന്ന് വിചാരിച്ച് കയ്യടിച്ചെന്നവരെ ഒച്ച വെച്ചെന്നവരെ മനുഷ്യബോധത്തിലുള്ള ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. നിന്റെ അകത്തോട്ട് കയറേണ്ടത് ഇതാ, ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തെ മാത്രം, അവൻ്റെ സിംഹാസനം മാത്രം, അവൻ്റെ സാന്നിധ്യം മാത്രം. ആ മഹാദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വന്നിരിപ്പാൻ യോഗ്യതയില്ലാത്ത എന്നെ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് വിശുദ്ധീകരിച്ച് കൊണ്ടുവന്നുവെങ്കിൽ ഞാൻ എത്രയധികം അവനെ സ്തോത്രം ചെയ്യണം, എത്രയധികം അവനെ ആരാധിക്കണം. എന്ത് ധൈര്യത്തിലാണ് വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇന്ന് പകലും നീ കയറിയിരിക്കുന്നത്. ആരാ നിനക്ക് അവകാശം തന്ന് ഇവിടെ നിന്ന് കൈയടിക്കാനും ഒച്ച വെക്കാനും? നിനക്ക് എങ്ങനെയാണ് ഈ പ്രാഗൽഭ്യം ഉണ്ടായത്? താൻ തോന്നിയായി നടന്ന നിന്നെ, പാപത്തിൽ ജീവിച്ച നിന്നെ ആരാണ് ഇവിടോട്ട് വിളിച്ചോണ്ട് വന്നത്? ഒറ്റ മറുപടിയുള്ളൂ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. അതെന്നെ കഴുകി, അതെന്നെ വിശുദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ മഹാകൃപ എന്നെ തേടി വന്നു. കൃപ കൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തെ സ്തുതിക്കും.
സ്വന്തം കഴിവുകൊണ്ട്, മിടുക്കുകൊണ്ട്, പ്രാപ്തി കൊണ്ട്, മറ്റേതെങ്കിലും പൊങ്ങച്ചങ്ങൾ കൊണ്ട്, പ്രശംസ കൊണ്ടാണ് ദൈവസന്നിധിയിൽ വന്നെങ്കിൽ അവന് സ്തോത്രം പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരാധനയിൽ തന്നെ 3 ലെവലായിട്ടുള്ള ആരാധനയുണ്ടെന്ന് പറയാറുണ്ട്. പ്രാകാരത്തിൽ നിന്നുള്ള ആരാധന, വിശുദ്ധ സ്ഥലത്തുള്ള ആരാധന, അതിപരിശുദ്ധ സ്ഥലത്തുള്ള ആരാധന. പഴയ നിയമത്തിലെ കാര്യമാണതെങ്കിലും പുതിയ നിയമ വിശ്വാസിയുടെ അനുഭവത്തിലും പ്രാകാരത്തിലുള്ള ആരാധന കിട്ടിയതിനൊക്കെ നന്ദി പറയുക. അവരാണ് ആരാധിക്കുമ്പോൾ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരാ. കാരണം ആരാധന വല്ലതും കിട്ടാനായിട്ടുള്ളതാ. ആരാധന എന്തിനുള്ള വല്ലതും കിട്ടിയതിന് സ്തോത്രം പറയുക. അത് തന്നല്ലോ കർത്താവേ, കാറ് തന്നല്ലോ, വീട് തന്നല്ലോ, മറ്റേത് തന്നല്ലോ, മറിച്ച് തന്നല്ലോ, എനിക്ക് നന്ദി പറയണം. പക്ഷേ പ്രാകാരത്തിലാണ്. പിന്നെ വിശുദ്ധ സ്ഥലത്ത് കയറുന്ന പുരോഹിതന് അവിടെ കയറുമ്പോഴുള്ള ആരാധന സ്തോത്രമാണ്. ഒന്നും തന്നില്ലെങ്കിലും സ്തോത്രം. നീ ദൈവമായതുകൊണ്ട് നിന്നെ സ്തുതിക്കുക, അതാണ് സ്തോത്രം ചെയ്യുക. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതൊന്നുമില്ല. നിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുക. നിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളം വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നതിൻ്റെ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുക. അവിടെ നീ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച് നിനക്ക് വിശപ്പുണ്ടാകത്തില്ല, ദാഹമുണ്ടാകത്തില്ല, ക്ഷീണമുണ്ടാകത്തില്ല. കാരണം മോശെ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് ചെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ 40 രാവും 40 പകലും അവൻ ഇരുന്നപ്പോൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 ദിവസം പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ മോശയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞു? അതാ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ജീവൻ പകർന്നുകൊണ്ടിരിക്കും. ദൈവ സാന്നിധ്യം നിന്നിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ നീ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവത്തെ കാത്തിരിക്കുന്നവനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു വചനം ഞാൻ പറയാം. ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു. യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ തളർന്നു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ദൈവത്തെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ തളർന്നു പോകാതെ നടക്കും. എന്ന ബലമില്ലാതെ വന്നെങ്കിൽ നിന്റെ ബലം ദൈവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ക്ഷീണിച്ച് വന്നെങ്കിൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നു. ദൈവസിംഹാസനത്തെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്നുവെങ്കിൽ ക്ഷീണം മാറും, ബലഹീനത മാറും, അശ്രദ്ധകൾ മാറും. അങ്ങോട്ട് കയറണം. ദൂരത്ത് നമസ്കരിച്ചിട്ട് പോകല്ല. പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കർത്താവേ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ചോടിപ്പോകരുത്. പുരോഹിത, നീ അവിടെ നിൽക്കേണ്ടവനല്ല. അകത്തോട്ട് കയറി അകത്തോട്ട് കയറി വന്ന് അവിടെയുള്ള തങ്കവിളക്കിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള ധൂപപീഠത്തിൽ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് തിരശീല കയറിയതുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ല്. ദൈവത്തിൻ്റെ ഷക്കീന മേഘം ഇറങ്ങി വസിക്കുന്ന കൃപാസനം അവിടെയുണ്ട്. കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ ആത്മാവ് അവനെ ആരാധിക്കട്ടെ. നിന്റെ ആത്മാവിന്ന് കൃപാസനത്തെ തൊടാതെ വിടുന്ന് പോകരുത്. നിന്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങി വന്ന് നിറയട്ടെ. നിന്റെ ഉള്ളിലേക്കൊരു ബലം പകരട്ടെ. നിന്റെ അകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളെ പിടിച്ചു നിൽക്കുവാൻ, പ്രതിസന്ധികളിൽ ജയിച്ചു നിൽപ്പാൻ, ജയത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് ജീവിക്കുവാൻ എന്ന് ദൈവത്തിൻ്റെ വലിയ ശക്തി ഏറ്റുവാങ്ങിക്കൊണ്ടേ പോകാവുള്ളൂ. നീ കൊടി താഴ്ത്തിക്കെട്ടേണ്ടവനല്ല, കൊടി ഉയർത്തേണ്ടവനാണ്. കർത്താവിൻ്റെ നാമത്തിൽ 2012 കൊടി ഉയർത്തുവാൻ ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. നീ ജയത്തിന്റെ കൊടി ഉയർത്തുക. നീ പേടിച്ചിരിക്കേണ്ടവനല്ല, തലകുനിച്ചിരിക്കേണ്ടവനല്ല, പ്രാഗൽഭ്യമില്ല നടക്കേണ്ടവനല്ല, കരിന്തിരി കത്തേണ്ടവനല്ല. നീ ജ്വലിച്ച് പ്രകാശിക്കേണ്ടവനാണ്. ഒരു തീപ്പന്തം പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ ശുശ്രൂഷയെ കണ്ടിരിക്കുകയാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആ ശക്തി, ആ കൃപ, അത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, അത് മൂടി വെക്കുവാനുള്ളതല്ല, അത് വ്യാപാരം ചെയ്യുവാനുള്ളതാണ്. അതിനുള്ള സമയം വന്നിരിക്കുന്നു. നീ കാത്തിരുന്ന സമയം വന്നിരിക്കുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് നീ അവനെ ആരാധിക്കണം. സീനായ് മലയുടെ അടിവാരത്തിൽ മുൾപ്പുറപ്പിൽ കത്തിജ്വലിക്കുന്ന തേജസ് കണ്ടുകൊണ്ടാണ് മോശയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തീ പക്ഷേ മുൾപ്പുറപ്പ് വെന്ത് ചാരമാകുന്നില്ല. അടുത്ത് ചെന്നപ്പോൾ ദൈവം സംസാരിക്കുക. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, കാലിന് ചെരിപ്പഴിച്ച് കളക.
നിയോഗം കൊടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാനാ നിന്നെ വിടുന്നതിൻ്റെ അടയാളം, നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്നെ ആരാധിക്കും. തിരിച്ചു വന്നപ്പോൾ ആരാധിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ വന്നപ്പോൾ അവിടെ വന്ന് ആരാധിക്കാൻ വന്നപ്പോൾ മുൾപ്പടർപ്പല്ലിപ്പോൾ കത്തുന്ന തീ കത്തുന്ന പർവ്വതം, മല മുഴുവൻ തീ പിടിച്ചു. പണ്ട് മുൾപ്പടർപ്പിലെ തീയുള്ളായിരുന്നു, ഇപ്പോൾ മല മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്. മല മുഴുവൻ ദൈവ തേജസ് ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. അവിടെ കേൾക്കുന്ന ശബ്ദം, ഇടിനാദം കേൾക്കുന്നുണ്ട്, ഭൂകമ്പമുണ്ടാകുന്നുണ്ട്, ദൈവ സാന്നിധ്യത്തിൻ്റെ എല്ലാ പ്രത്യക്ഷ ലക്ഷണങ്ങളുമുണ്ട്. അവിടോട്ട് മോശെ വിളിച്ചു കയറ്റി 40 ദിവസം ഇരുന്നേച്ചിറങ്ങി വന്നപ്പോൾ ഇപ്പോൾ മലയിലല്ല തീയ്, മോശയാ കത്തുന്നത്. മോശെ ദൈവദേശ് കയറി പിടിച്ചു. പണ്ട് മുൾപ്പുറപ്പിൽ കണ്ട ദേശ് ഇപ്പോൾ മോശയുടെ ദേഹത്ത്, മോശയുടെ മുഖത്ത്. ചേട്ടൻ അഹരോൻ പറയുന്നു, അയ്യോ അയ്യോ ഒരു മൂടുപടം വലിച്ചിട്, ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, നിന്നെ നോക്കാൻ വയ്യ, മോശ നിന്നെ നോക്കാൻ വയ്യ. എന്താ? മോശയ്ക്ക് തീ പിടിച്ചു. എന്നാ ഇവിടെ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ തീ പിടിച്ച് ഇവിടുന്ന് പോകാവുള്ളൂ. ദൈവത്തിന്റെ തേജസ്സിന്റെ തീ പിടിച്ച് നീ പോകണോ? ഹെബ്രോനിൽ പോയി ദൈവസ്ഥലിൽ ഇരുന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് കത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ, 7-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലെ ആരാധന. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. സിംഹാസനത്തിന്റെ മുമ്പിൽ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചതാണ് ആരാധന. വീണ് നമസ്കരിക്കുക. 11-ാം അധ്യായം 16-17 വാക്യങ്ങൾ. 11-ന്റെ 16-17. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 19-ാം അധ്യായം 5-ാം വാക്യം മുതൽ. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും, വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെയും, തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ.